നമസ്കാരം. എക്സ്ക്ലൂസീവിലെ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഷമാ മുഹമ്മദിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസ്. കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസ്. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവന് വേണ്ടി നടത്തിയ പ്രചാരണത്തിനിടയിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ പോസ്റ്റുകൾ കയറിയ വിദേശ വനിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ പോസ്റ്റുകൾ കയറിയ സംഭവത്തിൽ വിദേശ വനിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ മതസ്പർദ്ധ വളർത്തുന്നതിനെതിരെ IPC 153 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ആശങ്ക ഒഴിയുന്നു. UAE മഴ പൂർണ്ണമായി മാറി. UAE ആശങ്ക ഒഴിയുന്നു. മഴ പൂർണ്ണമായി മാറി. നഗരത്തിലെ വെള്ളക്കെട്ടുകൾ നീക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണ്. ദുബൈ എയർപോർട്ടിന്റെ 1ാമത്തെ ടെർമിനൽ ഭാഗികമായി തുറന്നു. 75 വർഷത്തിനിടയിൽ റെക്കോർഡ് മഴയാണ് UAE കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത്. ഇന്നലെ മുഴുവൻ കാലാവസ്ഥയും മാറി ആകാശം തെളിഞ്ഞു. ചൂടിനാശ്വാസം. കേരളത്തിലെ 14 ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യത. കൊടും ചൂടിൽ കേരളത്തിന് ആശ്വാസമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ്. ഇന്നും നാളെയും സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇറച്ചിവെട്ടും പച്ചക്കറി വിൽപ്പനയും ഇലക്ഷൻ പ്രചാരണത്തിനിടെ മൻസൂർ അലിഖാൻ കുഴഞ്ഞു വീണു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നടൻ മൻസൂർ അലിഖാൻ പ്രചാരണത്തിനിടെ കുഴഞ്ഞു വീണു. വെല്ലൂരിൽ നിന്നാണ് മൻസൂർ അലിഖാൻ മത്സരിക്കുന്നത്. വെല്ലൂരിലെ ഉൾഗ്രാമത്തിൽ പ്രചാരണം നടത്തുന്നതിനിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. ബംഗാളിൽ രാമനവമി ഘോഷയാത്രയ്ക്ക് നേരെ ബോംബേർ, സ്ത്രീക്ക് പരിക്കേറ്റു. റാലിക്ക് നേരെ കല്ലേറ്. ബംഗാളിലെ മുർഷിദാബാദിൽ രാമനവമി ഘോഷയാത്രയിലുണ്ടായ ബോംബേറിൽ നിരവധി പേർക്ക് പരിക്ക്. പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് പരിക്കേറ്റു. ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലാണ് സംഭവം ഉണ്ടായത്. ശക്തിപൂർ മേഖലയിൽ രാമനവമി ആഘോഷത്തോടനുബന്ധിച്ച് ഘോഷയാത്ര നടന്നിരുന്നു. ഇതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. വികാരനിർഭരമായ നിമിഷം. സൂര്യതിലകം അണിഞ്ഞ രാമവിഗ്രഹത്തെ ഓൺലൈനിൽ കണ്ടു തൊഴുത് പ്രധാനമന്ത്രി. സൂര്യതിലകം അണിഞ്ഞു നിൽക്കുന്ന അയോധ്യയിലെ രാമവിഗ്രഹത്തെ ഓൺലൈനിൽ കണ്ടു തൊഴുത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ പോലെ തനിക്കും ഇത് വളരെ വികാരനിർഭരമായ നിമിഷമാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സാമ്പിൾ കെങ്കേം. ഇന്ന് തൃശൂർ പൂര വിളംബരം, നാളെ പൂരം. വിശ്വപ്രശസ്തമായ തൃശൂർ പൂരത്തിന്റെ വിളംബരം ഇന്ന് രാവിലെ നടക്കും. ഒരു വർഷത്തെ കാത്തിരിപ്പിന് സമാപനം കുറിച്ച് പൂരം നാളെ നടക്കും. കുറ്റൂർ നെയ്ത്തലക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ വണങ്ങി ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്തും. നാളെ രാവിലെ കണിമംഗലം ശാസ്താവിന്റെ പൂരമാണ് ആദ്യമെത്തും. T20 ലോകകപ്പിൽ ഓപ്പണർമാരായി രോഹിത്തും കോഹ്ലിയും. ടിയാൻ പരാഗും ഇന്ത്യൻ ടീമിലേക്ക്. 2020 ലോകകപ്പിൽ ടീം ഇന്ത്യയുടെ ഓപ്പണർമാരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ജോഡിയെ പരിഗണിച്ചേക്കും. റിയാൻ പരാഗും ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകളുണ്ട്. അജിത് അഗാർക്കർ ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി ഇക്കാര്യത്തിൽ ഗൗരവ ചർച്ച നടത്തുകയാണ്. ലോകകപ്പ് ടീമിനെ ഈ മാസം 30-ന് പ്രഖ്യാപിച്ചേക്കും. അതിന് മുന്നോടിയായി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും കോച്ച് രാഹുൽ ദ്രാവിഡും അജിത് അഗാർക്കറും കൂടിക്കാഴ്ച നടത്തി. IPL-ൽ വിരാട് കോഹ്ലി ഓപ്പണറായി നടത്തുന്നത് മികച്ച പ്രകടനമെന്നാണ് BCCI വിലയിരുത്തുന്നത്. നേരത്തെ ജയ്സ്വാളിനെയാണ് ഓപ്പണറായി BCCI പരിഗണിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ IPL-ലെ മോശ പ്രകടനമാണ് കോഹ്ലിയെ ഓപ്പണറായി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്.